ഇന്നൊരു തർക്കമുണ്ടായി. തർക്കം മറ്റ് തർക്കങ്ങളെപ്പോലെ അല്ല ഇത് കുറച്ചും കൂടെ സെൻസിറ്റീവ് ഇഷ്യൂ ആണ്. കാര്യം ഈ ഭക്തകൃത്യമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണിത്. ഉപവാസമാണ് പ്രശ്നം. ആ കാലഘട്ടത്തിൽ എല്ലാവരും ഉപവസിച്ചിരുന്നു. അങ്ങനെ ദൈവത്തിലേക്ക് അടുക്കുന്നു എന്ന് ചിന്തിച്ചിരുന്ന ഒരു കാലഘട്ടത്തിനിടയിൽ ഉപവസിക്കാത്തതിൻ്റെ പേരിൽ പരിസയർ ചോദ്യം ചെയ്തു. തെറ്റില്ല, കാരണം ഇപ്പോഴും നമ്മൾ ഉപവാസത്തിന് വളരെ പ്രാധാന്യം കൊടുക്കുന്നവർ തന്നെയാണ്. അത് ക്രൈസ്തവ മതത്തിന് മാത്രമല്ല, മറ്റു മതങ്ങളിലൊക്കെ എടുത്തു നോക്കിയാലും ഉപവാസമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇതൊരു ലോകം മുഴുവനും ഇങ്ങനെ ഒരു ഉപവാസത്തിന് കൊടുക്കുന്ന ഒരു പ്രാധാന്യം തീർച്ചയായിട്ടും പ്രാധാന്യം അർഹിക്കുന്നത് തന്നെയാണ്. പക്ഷെ ഇവിടെ സംഭവം കോൺട്രഡിക്ഷനായി. യേശു ഉപവാസത്തിന് മറ്റൊരു തലം പറയുകയാണ്. ഈ തലം പറയുമ്പോൾ യേശു പറഞ്ഞത് യഥാർത്ഥ ഒരു ഉപവാസത്തിനെതിരായിട്ടാണോ? അങ്ങനെയാണെങ്കിൽ എന്താണ് ഉപവാസം? ഉപവാസം എന്ന് വെച്ചാൽ വളരെ പ്ലെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്ന ഇത്രയേ ഉള്ളൂ. അത് ശരീരവുമായി നടത്തുന്ന ഒരു യുദ്ധമാണ്. ശരീരത്തിലുണ്ടാകുന്ന ഇഷ്ടങ്ങളെയും ആഗ്രഹങ്ങളെയൊക്കെ നമ്മളിങ്ങനെ മാറ്റി നിർത്താനുള്ളൊരു ഫൈറ്റാണ്. ഒരു പക്ഷേ ഈ ഉപവാസം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഇത്രയേ ഉള്ളൂ, നമ്മൾ ഏറ്റവും അധികം ശരീരത്തെ താലോലിക്കുമ്പോൾ ഭക്ഷണവുമായി ബന്ധപ്പെട്ടാണ്. ഈ ഭക്ഷണം കൃത്യസമയത്ത് കഴിച്ച് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പേരിൽ നമ്മൾ അസ്വസ്ഥരായി, ഭക്ഷണത്തിൻ്റെ പേരിൽ നമ്മൾ വല്ലാണ്ട് ആകുലപ്പെടുകയൊക്കെ ചെയ്യുന്നതിനടുത്ത് ഈ ശരീരവും ഭക്ഷണവും തമ്മിൽ വല്ലാത്തൊരു അടുപ്പമുണ്ട്. അങ്ങനെ ശരീരവുമായി ഏറെ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നിനെക്കുറിച്ച് അല്പം നേരം മാറ്റിവെക്കാൻ പറയുമ്പോൾ കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നിങ്ങളെ എന്താണോ ഏറ്റവും അധികം ചേർത്ത് പിടിക്കുന്ന ഒന്ന്, നിങ്ങളുടെ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്ന്, അതിനെ മാറ്റി നിർത്തുക എന്നുള്ളതാണ് ഉപവാസത്തിൻ്റെ ലക്ഷ്യം. ഇങ്ങനെ ശരീരവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതിനെ മാറ്റി നിർത്തിക്കൊണ്ട് ആത്മാവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒന്നിനെ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. യേശു കുറച്ചുകൂടി ഡയറക്റ്റായിട്ട് കാര്യം പോയെന്നേ ഉള്ളൂ. അതായത് ഉപവാസം നല്ലത് തന്നെയാണ്, ഉപവസിക്കണം. നമ്മുടെ ശരീരത്തിൽ തുടങ്ങി ശരീരത്തിൽ തന്നെ അവസാനിപ്പിക്കുന്ന ഒന്നിലും കുടുങ്ങിപ്പോകരുതെന്നൊരു സാരമുണ്ട്. അതുകൊണ്ട് യേശു പറയുന്നത് നിങ്ങൾ ഈ ശരീരത്തിൽ മാത്രം അങ്ങ് ചിന്തിക്കേണ്ട, ഇതിനപ്പുറത്തേക്കൊരു തലത്തും കൂടി എത്താൻ നമ്മൾ ആത്മാവിൻ്റെ തലം. ഈ ശരീരത്തിനോടുള്ള ഫൈറ്റ് എന്തിനാണെന്ന് ചോദിച്ചാൽ അത് ആത്മാവിൻ്റെ തലത്തിലേക്ക് എത്താനായിട്ടാണ്, ദൈവവുമായൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരീരത്തിന് മാത്രം ഫൈറ്റ് ചെയ്ത് ആര് ജയിക്കുമെന്ന് ചോദിച്ചാൽ അത് ആത്മാവ് ജയിച്ചു എന്ന് പറയാൻ നമുക്ക് പറ്റണം. അങ്ങനെ ആത്മാവിനെ ജയിക്കാനായിട്ട് ശരീരത്തുമായിട്ടുള്ള ഫൈറ്റ് നമ്മൾ നടത്തുന്നുണ്ടോ? നമ്മളുടെ ഉപവാസങ്ങൾ ആത്മാവിനെ ജയിക്കാനുള്ളതാകട്ടെ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.